ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെർത്തിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷനാണ്. യാർഡ് ക്രെയിനുകളും കണ്ടെയ്നർ മൂവ്മെന്റും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റില് യാർഡ് പോർഷൻ എപ്പോഴും ഫില്ല് തന്നെയാണ് അതിന്റെ പ്രതിഫലനം എന്ന് നമുക്ക് പറയാനായി സാധിക്കുന്നത്. വളരെ കുറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെയാണ് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് നമുക്ക് പൂർത്തിയാക്കാനായി സാധിച്ചിട്ടുള്ളത്. വളരെ കുറച്ചു മാസം എന്ന് പറയുമ്പോൾ 7-8 മാസം കൊണ്ട് ഏകദേശം 455-460 കപ്പലിൽ നിന്നാണ് വലിയ നേട്ടം നമുക്ക് കൈവരിക്കാനായി സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ യാർഡ് മുതൽ മെയിൻ ഗേറ്റ് വരെയും മെയിൻ ഗേറ്റ് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിന്റെ ഡീറ്റെയിൽ അപ്ഡേഷനാണ്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, തൊട്ടു മുന്നേ നമ്മൾ കണ്ട റോഡ്, അതായത് നമ്മൾ നിന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് മുതൽ നമ്മുടെ മെയിൻ ഗേറ്റ് വരെയുള്ള 6 വരി പാതയുടെ ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് യാർഡ് പോസ്റ്റിന്റെ സൈഡിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ദൂരെയായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ഫേസിന്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണിന്റെ യാർഡ് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് വരുമ്പോൾ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതൊരു 6 വരി പാത റോഡ് തന്നെയാണ്. ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ഏകദേശം ഒരു 2 വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും നമ്മൾ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയ പോർട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മാസമാവുമ്പോഴും ഓരോ മൈൽ സ്റ്റോൺ ആണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രാൻസ്ഷിപ്മെന്റ് ഓരോ ദിവസവും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്, മറ്റു പോർട്ടുകളെ അപേക്ഷിച്ച് തന്നെ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതായത് പലരും ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. പലരും നമ്മുടെ ഈ പ്രസ് മീറ്റിംഗിൽ തന്നെ പലരും ചോദിക്കുന്നുണ്ടായി, 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയപ്പോൾ നമ്മുടെ പോർട്ടിന് എന്താണ് വരുമാനം, ടാക്സിലൂടെ നമുക്ക് സ്റ്റേറ്റിനും സെൻട്രലിനും എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ടായി. അതായത് വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് നമുക്ക് വളരെ കുറച്ചാണോ ട്രാൻസ്ഷിപ്മെന്റിലൂടെ ടാക്സ് ഇനത്തിൽ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ടായി. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു മറുപടി, നമ്മൾ ഓരോന്നും ചിന്തിക്കേണ്ട ഒരു മറുപടി എന്ന് പറയുന്നത്, ഏകദേശം 8 മാസങ്ങൾ കൊണ്ടാണ് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയപ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്, എടുത്തു പറഞ്ഞാൽ 8,000 കോടിക്ക് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 8,000 കോടി എന്നല്ല പറയുന്നത്, അൺലിമിറ്റഡ് വാല്യൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഫുള്ള് ട്രാൻസ്ഷിപ്മെന്റ് ആണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലൂടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇന്നലെ വരെ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് വരുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഷിപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണെന്ന് എല്ലാവർക്കും അറിയാം. ധാരാളം പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രി എന്ന് പറയുന്നത്. ആ രാജ്യത്തിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ പല പോർട്ടിൽ നിന്നാണ്. അതായത് നമ്മുടെ ചൈനയിൽ നിന്നൊരു കപ്പൽ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട്, അല്ലെങ്കിൽ മൊബൈലിന്റെ കവറോ പൗച്ചോ എന്തുമായിട്ട്, ചൈനയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കണ്ടെയ്നറിന് മൊബൈലുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. അല്ലെങ്കിൽ മൊട്ടുസൂചി മുതൽ മൊബൈൽ വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ചൈനയിൽ നിന്നും ഷാങ്ഹായിലെ ഒരു പോർട്ടിൽ നിന്നാണ് കപ്പൽ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുമായിട്ട് വരുവാണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ സിംഗപ്പൂർ പോർട്ടിലേക്കായിരിക്കും ആ കപ്പൽ വരിക. സിംഗപ്പൂർ പോർട്ട് തിരക്കാണെങ്കിൽ മാത്രം ചിലപ്പോൾ കൊളംബോയിലേക്കായിരിക്കും ആ കപ്പൽ വരിക. ഈ 2 പോർട്ടിലേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് വരെ കണ്ടെയ്നർ അൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം യൂറോപ്പിലേക്ക് ആ കപ്പൽ പോകുന്നു. നമ്മൾ ഫീഡർ വെസലുമായിട്ട് ഒന്നിൽ സിംഗപ്പൂരോ അല്ലെങ്കിൽ കൊളംബോയിലോ പോയിട്ട് കണ്ടെയ്നർ എടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ട്രാൻസ്ഷിപ്മെന്റ് ഫീഡർ വെസൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നൊരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ, അതായത് ചെങ്കടലിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ഗൾഫ് മേഖലയിലെ ജിബൂട്ടി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യത്തിലെ പോർട്ടിലേക്ക് കണ്ടെയ്നർ, ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നർ അൺലോഡ് ചെയ്തതിനു ശേഷം
നമ്മൾ ഫീഡർ വെസൽ എടുത്തിട്ട് നമ്മുടെ രാജ്യത്തിലേക്കുള്ള പല സ്റ്റേറ്റിലേക്കും ഈ കണ്ടെയ്നർ നമുക്ക് ട്രാൻസ്ഷിപ്മെന്റ് നടത്തും. അതായത് ഗൾഫ് മേഖലയിലേക്ക്, യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾ ഗൾഫ് മേഖലയിലേക്കും, ചൈനയിൽ നിന്ന് വരുന്ന കപ്പലുകൾ ഈ പറയുന്ന സിംഗപ്പൂരോ ഈ പറയുന്ന കൊളംബോയിലോ, ഈ 3-4 പോർട്ടുകൾ വഴിയാണ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ കറൻസി ഡോളർ രൂപത്തിൽ മില്യൺസ് ഓഫ് ഡോളറാണ് നമ്മൾ ഇതുവരെ നമ്മുടെ വ്യവസായികളിലൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓരോ വർഷവും നമ്മൾ 100 അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളറാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടി മാത്രം. ആ ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായിട്ടും വിഴിഞ്ഞം പോർട്ടിലൂടെ മാറി. അതിന്റെ കണക്ക് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്ന കണക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളെ ട്രാൻസ്ഷിപ്മെന്റ് ഇന്ത്യയിലൂടെ മാറിയപ്പോൾ തന്നെ മില്യൺസ് ഓഫ് ഡോളർ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളർ, മില്യൺസ് അല്ല ബില്യൺസ് ഓഫ് ഡോളറാണ് നമുക്ക് ലാഭം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. രണ്ടാമത് പറയുന്നത് കണക്കുകൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സിംഗപ്പൂരിലെയും ഈ പറയുന്ന കൊളംബോയിലെയും ജബലിലെയും ഗൾഫ് രാജ്യങ്ങളിലെ ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലോട്ട് മാറേണ്ട അവസ്ഥയിലേക്ക് മാറി. അത് മനസ്സിലായോ? ആ കണക്കാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതാണ് ഈ ടാക്സ് ഇനത്തിലുള്ളത്. അപ്പൊ ഇന്ത്യയിലേക്ക് മാറിയിട്ടുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹൈഡായിട്ട് പലരും അത് ചിന്തിക്കൂടിയില്ല. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ചോദ്യവേളയിൽ മാധ്യമങ്ങളാവട്ടെ ആരുമായിട്ട് എല്ലാവരുടെ ചോദ്യം ടാക്സ് ഇനത്തിൽ കിട്ടിയ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളർ ലാഭം വിഴിഞ്ഞത്തിലൂടെ ലഭിച്ചത് ഇപ്പോഴും ഹൈഡായി കിടക്കുന്ന എമൗണ്ട് ആണ്. ഇനി വർഷങ്ങളോളം നമ്മുടെ ഈ കറൻസി ഇപ്പൊ ഡോളറിന്റെ വാല്യൂ കൂടുന്നതിന്റെ ചെറിയൊരു ഘടകം നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മൾ ഇത്രത്തോളം രൂപയാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെന്റിലൂടെ നമ്മൾ എല്ലാ വർഷവും മുടക്കിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പോൾ അത് മാറി. അതുകൊണ്ട് നമ്മുടെ ഈ ട്രാൻസ്ഷിപ്മെന്റ്, അതായത് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രോഗ്രാമായി പോയി എന്നൊരു സങ്കടത്തോടെയാണ് പറയുന്നത്. കാരണം ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കേണ്ട വലിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായം പറയാം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇന്ത്യ, അപ്പോൾ പലരും ചോദിക്കും, ഇന്ത്യയിലെ വളരെ ചെറിയൊരു സ്റ്റേറ്റിലെ ഒരു പോർട്ടാണ് നമ്മുടെ പോർട്ടെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് നമ്മുടെ പോർട്ട്. അതിലൂടെ ഇന്ത്യ പ്രതിവർഷം ബില്യൺസ് ഓഫ് ഡോളർ, മില്യൺസ് എന്നല്ല ബില്യൺസ് ഓഫ് ഡോളർ ചെലവാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ അത് 0 ആയി മാറി. കാരണം ഫുള്ളായിട്ട് ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് ട്രാൻസ്ഷിപ്മെന്റ് നമുക്ക് നടത്തേണ്ട അവസ്ഥ വിഴിഞ്ഞം പോർട്ടിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വലിയൊരു ആഘോഷമായി നടത്തേണ്ട ചടങ്ങ് തന്നെയായിരുന്നു ഇത്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ വളരെ ചെറിയൊരു ചടങ്ങിൽ, വളരെ ചെറിയൊരു വാർത്തയിൽ ഇത് ചുരുക്കേണ്ടി വന്നു. പല മാധ്യമങ്ങളും ചിലപ്പോൾ വാർത്ത ചെയ്തുകൂടി കാണില്ല. അത് വളരെയധികം സങ്കടമുള്ള കാര്യം തന്നെയാണ്. ഇത്രയധികം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ്വേക്ക് ആക്കം കൂടുന്ന വലിയൊരു പ്രൊജക്റ്റ് വന്നിട്ട് പോലും നമുക്ക് അത്രത്തോളം നമുക്ക് ആ ഒരു നേട്ടം കൈവരിക്കാനായി സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ നേട്ടം കൈവരിക്കാനായി സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും കമന്റിലൂടെ തന്നെ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞ തെറ്റാണോ ശരിയാണോ? ഈ 1 മില്യൺ പൂർത്തിയാക്കിയപ്പോൾ ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിച്ച പോർട്ട് ഇന്ത്യയിൽ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നമുക്ക് പറയേണ്ടത് ഈ നേട്ടം നമുക്ക് എങ്ങനെ കൈവരിക്കാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഒന്നാമത് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന നല്ലൊരു ഡെപ്താണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടാണ്. ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ ഉള്ളൂ. ടൈഡ് വേരിയേഷൻ, അതായത് വേലിയേറ്റ ഇറക്ക വേരിയേഷൻ വളരെ കുറവ് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എൻ്റെ വീഡിയോയിൽ പലതും പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ വന്നാൽ നമുക്ക് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കാനായി സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതും നമുക്ക് പൂർത്തിയാക്കി പറയാനായി സാധിക്കില്ല. അത് മാത്രം പോരാ. അതായത് നമ്മുടെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനി ഗ്രൂപ്പ്, അതായത് സ്വന്തമായിട്ട് പ്രൈവറ്റ് പോർട്ടുള്ള അദാനി പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദാനി പോർട്ട് നമ്മുടെ ഗുജറാത്തിലെ മുണ്ട്ര പോർട്ട്, അവർക്ക് പ്രൈവറ്റ് ആയിട്ട് പോർട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പെയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഓപ്പറേഷൻ വിങ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്കറിയാം ഇന്റർനാഷണൽ ലെവലിൽ ഏത് താരിഫ് കൊടുത്താലാണ് ധാരാളം കപ്പലുകളെ നമുക്ക് ആകർഷിക്കാനായി. വിഴിഞ്ഞം പുതിയതായിട്ട് തുടങ്ങിയൊരു പോർട്ടാണ്, ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പുതുതായിട്ട് തുടങ്ങിയ പോർട്ടിന് ഏത് താരിഫിലൂടെ കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ ലാഭം അവർക്ക് കിട്ടുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് വരിക. അതൊരു ഉത്തമ ഉദാഹരണമാണ്. MSC അയർന 5 ദിവസത്തോളം പുറത്ത് കടന്നതിന് ശേഷമാണ് നമ്മുടെ പോർട്ടിനകത്തോട്ട് കയറിയത്. അതായത് ഓരോ ദിവസവും അൾട്രാ ലാർജ് വെസൽ പുറത്ത് വെയിറ്റിംഗ് ആയി കഴിഞ്ഞാൽ 1 ലക്ഷങ്ങളാണ്. അതായത്
നല്ലൊരു ഡോളർ നഷ്ടമാണ് അവർക്ക് വരുന്നത്. അത് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ തന്നെ അവർക്ക് അത്രയും നഷ്ടം വന്നിട്ട് കൂടി നമ്മുടെ പോർട്ടിൽ വന്ന് കണ്ടെയ്നർ അവർ മൂവ്മെന്റ് നടത്തണമെങ്കിൽ അവർക്ക് ലാഭം കൊണ്ട് തന്നെയാണ് നമ്മളെ പോർട്ടിൽ, അതായത് നമ്മുടെ പോർട്ടിന്റെ താരിഫിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെയാണ് അർത്ഥം. അത് ബുദ്ധിപരമായി ചിന്തിച്ചത് കൊണ്ടാണ് ആ ഒരു താരിഫ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് അദാനിക്കും തീർച്ചയായിട്ടും വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ എല്ലാവരും ഹൈഡ് ചെയ്യുന്നത്, എല്ലാവരും പറയുന്നത് നമ്മുടെ നാച്ചറായിട്ട് കൊണ്ട് കപ്പൽ ധാരാളം വന്നു പോകുന്നുണ്ട്. അത് സത്യമായുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ ആ ഓപ്പറേറ്റിംഗ് വിങ് കറക്റ്റായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് കൊണ്ടും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലെ എത്ര താരിഫ് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം കപ്പലുകൾ നമുക്കിവിടെ എത്താനായി സാധിക്കും എന്നുള്ള ബുദ്ധിപരമായ നീക്കവും അദാനിയുടെ ഭാഗത്തു നിന്ന്, ഓപ്പറേറ്റിംഗ് വിങ്ങിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ, ഇനിയും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ കണ്ടെയ്നർ മൂവ്മെന്റ്, അതായത് നിലവിൽ ഈ പറയുന്ന STS ക്രെയിനുകളാവട്ടെ, യാർഡ് ക്രെയിനുകളാവട്ടെ, ഒരു മണിക്കൂറിൽ ഏകദേശം 25 മുതൽ 30 കണ്ടെയ്നർ മൂവ്മെന്റ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അതും ഇതിന്റെ ഫാക്ടർ തന്നെയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ട്രെയിലർ ലോറിയുടെ ഡ്രൈവർ മുതൽ അദാനി ഗ്രൂപ്പ് വരെ ഒരേ രീതിയിൽ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാനായി സാധിച്ചത്. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ പറയുന്ന ലോകത്തിലെ അല്ലെങ്കിൽ ഇനി വരും കാലങ്ങളെ ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്നതാണ്. പല ഗ്രൂപ്പുകളും അത്രയും വലിയൊരു ഈ പറയുന്ന ഈ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ ആദ്യകാലത്ത് മുന്നോട്ട് വന്നിരുന്നില്ല. അത് സ്വമേധയാ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇത്ര ലക്ഷത്തോളം, കാരണം സ്വമേധയാ ഏറ്റെടുത്തു പറയാൻ കാരണം ഇത്രയേറെ ആഴമുള്ള കടലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വർക്ക് മുന്നോട്ട് പോവുക? നിലവിൽ 20-22 മീറ്ററോളം പലയിടത്തും ആഴമുണ്ട്. ഏകദേശം നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ ഏറ്റവും അടിയിലെ ആഴം എന്ന് പറയുന്നത് 125 മീറ്ററാണ് വീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ വീതി ഏറ്റവും അടിയിലുള്ള. പുറത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം 10 മീറ്റർ വരെയാണ്. ആ ഒരു ചാലഞ്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്തതും നമുക്ക് ഈ പറയുന്ന വലിയൊരു പോർട്ട് നമുക്ക് നിർമ്മിക്കാനായി സാധിച്ചു. അതിലൂടെയുള്ള നേട്ടവും എല്ലാവർക്കും, അതായത് നമ്മൾ എല്ലാവർക്കും വളരെയധികം ഗുണവും നമ്മുടെ എല്ലാവരുടെയും കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പോർട്ട് വളരെ കുറച്ച് മാസം കൊണ്ട് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയത്. ഇത്രത്തോളം പറയുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ലിങ്ക് റോഡിന്റെ സ്റ്റാർട്ടിംഗ് എത്തിയിരിക്കും. നമ്മൾ തൊട്ട് മുന്നേ കണ്ട റൗണ്ട് പോർഷനാണ് ലിങ്ക് റോഡ്. അതായത് നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ലിങ്ക് റോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും 1700 മീറ്ററാണ് നമുക്ക് ലിങ്ക് റോഡുള്ളത്. അതായത് നമ്മുടെ ഇപ്പോൾ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഇനി കണക്ടിവിറ്റിയുടെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് എനിക്കൊന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാൻസ്ഷിപ്മെന്റ്, അതായത് ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ്, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലേക്ക് മാറ്റുക എന്നതാണ് ഫസ്റ്റ് കൺസൈൻമെന്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായി സാധിച്ചത്. അത് തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള മൊത്തം ട്രാൻസ്ഷിപ്മെന്റ് നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണക്ടിവിറ്റിയുടെ കാര്യമാണ് നോക്കേണ്ടത്. കണക്ടിവിറ്റിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മുടെ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിങ്ക് റോഡിന്റെ വർക്കുകളാണ്. അത് കഴിഞ്ഞാലാണ് റെയിൽ കണക്ടിവിറ്റി വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കണക്ടിവിറ്റിയും വരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. നമുക്കപ്പോൾ ലിങ്ക് റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഡീറ്റെയിൽ വർക്ക് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം 25-26ഓളം അപ്ഡേഷൻ ലിങ്ക് റോഡിന്റെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കസ്റ്റംസ് ഓഫീസ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട പോർട്ട് ഓഫീസ് ബിൽഡിംഗിൽ ഇനി ഓപ്പറേഷൻ വിങ് ആണ് ഏറ്റവും കൂടുതൽ. ഈ ക്രെയിൻ ഓപ്പറേഷൻ വിങ്ങും അതുമായിട്ട് റിലേറ്റ് ചെയ്താണെങ്കിൽ ഇനി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതും കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാ ഓഫീസും ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്ന സമയത്തുള്ള വീഡിയോ ഉൾപ്പെടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ കസ്റ്റംസ് ഓഫീസിന്റെ സീൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഒരു മാർക്കിംഗ് ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഈ റോഡിന്റെ ഇരുവശങ്ങളായിട്ട് ധാരാളം മനോഹരമായ ചെടികൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല നമ്മൾ വീഡിയോ കാണുന്നത്. ധാരാളം വീഡിയോ നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് റോഡിന്റെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ബ്രേക്കറുണ്ട്. വാഹനങ്ങൾ നിശ്ചിത വേഗതയിൽ മാത്രമേ നമുക്ക് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. ഇതേപോലെ ഇന്റർലോക്കിട്ട റോഡുകളാണ് നിലവിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഇന്റർലോക്കിട്ട റോഡുകൾ പലരും ചോദിക്കുന്നുണ്ട്, ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെവി സ്റ്റോണുകൾ ഇപ്പോഴും ഈ റോഡിലൂടെയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ഒരു ഇന്റർലോക്ക് പോലും പൊളിഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല. ഇതേ മെത്തേഡിൽ തന്നെയാണ് അവിടെയും വർക്ക് നടന്നത്. അതേ ഹെവി ലോഡുകൾ വർഷങ്ങളായിട്ട് ഇതിലൂടെ പോയിട്ട് പോലും ഒരു കല്ലിന് പോലും ഒരു ഡാമേജും വന്നില്ല. ഇനി നമുക്ക് മുന്നോട്ട് വർക്ക് ചെയ്യുന്ന റോഡിന്റെ വർക്കുകളെല്ലാം ഇതൊരു കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡാണെന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യത്തോടെ തന്നെയാണ് ആ വർക്ക് നടക്കുന്നത്. അതിനാൽ ഏതൊരുവിധ കംപ്ലൈന്റും ഫ്യൂച്ചറിൽ വരില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഓരോ വർക്കും
നമ്മുടെ പോർട്ടിൻ്റെ ഓരോ വർക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു PPT മോഡൽ വർക്കാണ്. നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഈ കാണിക്കുന്ന ഓരോ വീഡിയോയും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വളരെ സാവധാനം വീഡിയോ ഷൂട്ട് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നതെന്ന് അറിയാം, സ്റ്റാറ്റസ് അറിയാം, പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. വളരെ മുന്നിലായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നത് മെയിൻ റോഡാണ്. അതായത് നിലവിൽ വിഴിഞ്ഞം മുക്കോല നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന റോഡാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ട്. അവിടെ തൊട്ട് മുന്നിലൊരു ഹൈമാസ് ലൈറ്റുമുണ്ട്. ആ ഹൈമാസ് ലൈറ്റിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പല റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് പല മാർക്കിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഉണ്ടോ, ഇതാണ് ഞാൻ ഈ പറഞ്ഞ മെയിൻ റോഡ്. അത് ബസ് റൂട്ടുള്ള റോഡ് തന്നെയാണിത്. ഇത് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ടോ. അതായത് ഞാൻ ഈ കാണുന്ന ഈ നമ്മുടെ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗമാണ് നമ്മുടെ മുക്കോലയിൽ നിന്ന് വരുന്നത് നമ്മുടെ പോർട്ടിലൂടെ പൂവാറിലേക്ക് പോകുന്ന റോഡ്. ഇവിടെ നിന്നാണ് നമുക്ക് ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ നേരത്തെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നെങ്കിലും മെയിൻ വർക്കുകൾ നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഹെവി ലോഡ് ലോറികൾ നമുക്കിവിടെ കാണാനും സാധിക്കും. നമുക്കിനി കാരണം പോർട്ടിനകത്തോട്ട് പോകുന്നതിനാണ് കാറുള്ളത്, നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഈ പറയുന്ന സ്കൂട്ടറിലൂടെ നമുക്ക് പോകാം. സ്കൂട്ടറിൽ പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. കാറിലാകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്കറിയാമല്ലോ, കുറച്ച് ദൂരമേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. പോർട്ടിനകത്ത് കയറുന്നതിന് നമുക്ക് ഈ പറയുന്ന 2 വീലർ അലൗഡ് അല്ല, കാറിലേ നമുക്ക് പോകാനായി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ 2 വീലറിലൂടെ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ കാണുന്നത് ഹൈമാസ് ലൈറ്റുകളാണ്. ഹൈമാസിലല്ല, നമ്മുടെ ഈ പറയുന്ന റോഡ് ലൈറ്റുകളാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ റോഡ് ലൈറ്റിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കുന്നു, ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി, എല്ലാ ലൈറ്റും വർക്കിങ്ങിൽ തന്നെയാണ്. പിന്നെ ഹെവി ക്രെയിനുകൾ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ധാരാളം ട്രെയിലർ ലോറികളുമുണ്ട്. കാരണം ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട് ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ. ഇനി ആ സെൻട്രലിലൂടെയുള്ള പോർഷൻ ഇനി കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം നിലവിൽ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പറയുന്ന വളരെ വിശാലമായ നികത്തിയെടുത്ത റോഡെന്ന് പറയുന്നത് നിലവിൽ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെയുള്ള ബൈ റോഡാണ്. അതായത് നമ്മുടെ ഈ കാണുന്ന ലിങ്ക് റോഡിലൂടെ കണ്ടെയ്നർ ലോറികൾ മാത്രമാണ് കടന്നു പോകുന്നത്. ഈ ബൈ റോഡിലൂടെ ആയിരിക്കും ചിലപ്പോൾ സാധാരണക്കാരുടെ വണ്ടികൾ, നമ്മളെ പോലുള്ളൊരു വണ്ടികൾ കടന്നു പോകുന്നത്. അതിനുവേണ്ടിയാണ് ആ വർക്ക് നടക്കുന്നത്. അങ്ങനെ വർക്ക് നടക്കുന്നു എന്ന് പറയാൻ കാരണം ഈ രണ്ട് സൈഡിലും വയലും ചെളിയുമായിട്ട് കിടന്ന സ്ഥലമാണ്. നമ്മുടെ പല ഘട്ടങ്ങളായിട്ട് ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഇത് നികത്തിയെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സൈഡിൽ നമ്മൾ ഈ കാരണം W സ്റ്റീൽ ബാർ ഇപ്പോൾ നമുക്ക് ക്രാഷ് കാർഡ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ക്രാഷ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശവുമായിട്ട് ഈ പറയുന്ന സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ W സ്റ്റീൽ ക്രാഷ് ബാർ ഉള്ളത്. അതും വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇനി പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് ബ്രിഡ്ജാണ് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ക്യാമറയും നമുക്ക് സദാസമയം വർക്ക് ചെയ്യുന്ന ക്യാമറയും നമുക്ക് കാണാനായി സാധിക്കും. കണ്ടോ, ഈ ക്യാമറയും സദാസമയം നിരീക്ഷണത്തിലാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 2 ബ്രിഡ്ജാണ് നമ്മുടെ 1700 മീറ്റർ ഉള്ളത്. അതിൽ ഫസ്റ്റ് ബ്രിഡ്ജാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു അമ്പലമുണ്ട്. ഫസ്റ്റ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഈ വർക്കൊന്നും നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലക്കുളവുമുണ്ട്. നമുക്കത് വളരെ വ്യക്തമായിട്ട് ഈ കുളം മുകളിലൂടെയാണ് നമ്മുടെ ഈ ബ്രിഡ്ജ് പോകുന്നത്. ഇതാ നമുക്ക് ഈ ഭാഗം വരെ, അതായത് ഈ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗം വരെ 1200 മീറ്ററാണ്. അതായത് പോർട്ടിൽ നിന്ന് മെയിൻ ഗേറ്റ് മുതൽ ഫസ്റ്റ് ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷൻ വരെ ഈ ഭാഗം വരെ 1200 മീറ്ററാണ്. ഇപ്പോൾ സൈൻ ബോർഡുകളെല്ലാം സ്റ്റോപ്പ് എന്നുള്ള സൈൻ ബോർഡുകളെല്ലാം പൂർണ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രെയിനേജ് വാട്ടർ പോകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സിസ്റ്റം. ഇത്രയും വലിയ ഡ്രെയിനേജ് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടം പോലത്തെ പ്ലേസാണ്, വയലാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളം വരും. അതിനാൽ വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ആ ഡ്രെയിനേജ് സിസ്റ്റം പൂർണ്ണമായിട്ടും അവിടെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു മെയിൻ വർക്ക് നടന്നുകൊണ്ടിരുന്നത്. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും ഇന്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ കോൺക്രീറ്റ് പോർഷനാണ്. നേരത്തെ നമ്മൾ W സ്റ്റീൽ ബാർ ആണ് കണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന സൈഡ് സെക്യൂരിറ്റി വോളായിട്ട് നമുക്ക് കോൺക്രീറ്റ് പോർഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കോൺക്രീറ്റ് പോർഷൻ ഫിക്സ് ചെയ്ത് ഉൾപ്പെടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ള് നികത്തിയെടുത്തിട്ടുള്ളത് സൈഡിൽ പാനലിംഗ് വെച്ചിട്ട് നമ്മുടെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ടാണ് ലെയർ ബൈ ലെയർ ആയിട്ട് നികത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും മുകളിൽ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ആ ഇന്റർലോക്കിന്റെ വർക്ക് ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി ഈ ഭാഗത്ത് വർക്ക് എല്ലാം കംപ്ലീറ്റ്, അതായത് നമ്മുടെ ഈ ഫസ്റ്റ് ബ്രിഡ്ജ് വരെ പൂർണ്ണമായിട്ടും വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് ബ്രിഡ്ജിൽ എത്തിയിട്ടില്ല. സെക്കൻഡ് ബ്രിഡ്ജിൽ ഇപ്പോൾ തന്നെ എത്തും. കാരണം സെക്കൻഡ് ബ്രിഡ്ജിന്റെ പാരലായിട്ടാണ്
ഈ ഹൈറ്റിലൂടെ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന കാരോടും ട്രക്ക് ടെർമിനൽ എന്നുള്ള മാർക്കിങ്ങും ബോർഡിങ്ങും എല്ലാം പൂർണ്ണമായിട്ടും ഇവിടുത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. വളരെ കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആ വർക്ക് എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. കോവളം ഭാഗത്തേക്കുള്ള സൈനിങ് ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ പറയുന്ന ലൈറ്റിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജ്. ഈ രണ്ടാമത്തെ ബ്രിഡ്ജ് സ്റ്റാർട്ടിങ് വരെ 1500 മീറ്റർ ആണ്. അതായത് നമ്മൾ അവിടെ കണ്ട ആദ്യ ബ്രിഡ്ജിന്റെ എൻഡ് പോർഷൻ മുതൽ 1200 മീറ്റർ എങ്കിൽ നമ്മൾ ഈ പറയുന്ന 300 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബ്രിഡ്ജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ രണ്ടാമത്തെ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50 മീറ്റർ നിങ്ങൾ കൂട്ടിക്കുക. 50 മീറ്റർ ആയിരിക്കും കാണുക. 50 മീറ്റർ ആണെങ്കിൽ 550 മീറ്റർ ആയി. ഇനി വരുന്ന 1700 മീറ്ററിൽ ഇനി വരുന്നത് 150 മീറ്റർ എന്ന് നമുക്ക് 150 മീറ്റർ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. 150 മീറ്റർ ആണ് നമ്മൾ ഈ നിൽക്കുന്ന പോർഷൻ മുതൽ വളരെ ദൂരെയായിട്ട് NH66 അണ്ടർപാസ് നമുക്ക് കാണാനായി സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മെയിൻ വർക്ക് നടക്കുന്ന പോർഷനാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന അണ്ടർപാസിന്റെയും നമ്മുടെ സെക്കൻഡ് ബ്രിഡ്ജിന്റെയും ഇടയിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ ഇടയിൽ നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്ന റീറ്റെയിനിങ് വാളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് ഞാൻ നിൽക്കുന്ന ബ്രിഡ്ജ് വരെ നേരത്തെ വർക്ക് നടന്നത് പാനലിംഗ് വർക്ക് ആണെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്ത് അങ്ങനെയല്ല, കോൺക്രീറ്റ് റീറ്റെയിനിങ് വാളാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വൈറ്റ് കളർ ക്ലോത്ത് എന്ന് പറയുന്നത് ജിയോ ക്ലോത്ത് ആണ്. അവർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ സെൻട്രൽ പോർഷനിൽ നമ്മൾ ഈ കാണുന്ന ഹെവി മെഷീൻസ് ഉപയോഗിച്ച് മണ്ണ് ഫില്ല് ചെയ്ത്, സാധാ മണ്ണല്ല, നമ്മുടെ ഈ പറയുന്ന പോർട്ടിലെ ഡ്രഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സറാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു 70-30 ആയിരിക്കും അതിൻ്റെ റേഷ്യോ. അതായത് 70% ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും 30% ചെമ്മണ്ണും അങ്ങനെ ആയിരിക്കാൻ ചാൻസ് വളരെ കൂടുതൽ. കാരണം ഞാൻ ചോദിച്ചില്ല, കാരണം നേരത്തെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അങ്ങനെ ആയിരുന്നു. ഇനി പൂർണ്ണമായിട്ടും ചെമ്മണ്ണോ എന്ന് എനിക്കറിയില്ല. ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും ഈ വർക്ക് മുന്നോട്ട് പോകുന്നത്. റീറ്റെയിനിങ് വാൾ ആയതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആ വർക്ക് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ സൈഡിലൂടെ ഈ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ചിലപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാനായി സാധിക്കുന്നത് ജിയോ ക്ലോത്ത് ആണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. കണ്ടോ, ജിയോ ക്ലോത്തിന്റെ വർക്കുകളാണ് ഇവിടെ സ്റ്റാഫുകൾ ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നുണ്ടോ. ജിയോ ക്ലോത്തിന്റെ വർക്കുകളാണ് നമുക്കിവിടെ നടക്കുന്നത്. ഇനി ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഈ നിൽക്കുന്ന ബ്രിഡ്ജിന്റെ ഹൈറ്റ് വരെ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഹൈറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഏറ്റവും മുകളിൽ ഈ പറയുന്ന മുകൾ വരെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇനി ഈ ഭാഗത്ത് ഈ പറയുന്ന നമ്മുടെ മിക്സ് ചെയ്ത മണ്ണിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ഇവിടെ നിന്നും ഇത്രത്തോളം ദൂരം കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ചോദിക്കും, ഇത്ര ദൂരം മാത്രമേ ഇനി വർക്ക് ചെയ്യാനുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇനി നമ്മുടെ ഈ പറയുന്ന NH66 ലിങ്ക് ചെയ്യുന്ന റോഡിന്റെ സൈഡിലൂടെയുള്ള നമുക്ക് ബൈ റോഡ് കൂടി പണിയണം. കാരണം പോർട്ടിൽ നിന്നുള്ള കണ്ടെയ്നർ ലോറി വരുന്നത് നിലവിലെ ബൈ റോഡിലൂടെയുള്ള പുതിയ ബൈ റോഡ് വർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെയാണ് ആ കണ്ടെയ്നർ ലോറി പോകുന്നത്. നമ്മൾ മുന്നേ കാണുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ബൈ റോഡ് പണി പൂർത്തിയായാൽ മാത്രമേ ഈ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. NH66 സൈഡിലൂടെ ഇരുവശങ്ങളായിട്ട് ബൈ റോഡ് നിലവിലുണ്ട്. ആ ബൈ റോഡിലൂടെ വാഹനങ്ങൾ ധാരാളമായി കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഗേറ്റ് വേ ഓപ്പൺ ആക്കി ആ ബൈ റോഡ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ റഷ് അനുഭവപ്പെടും. കാരണം 40 ഫീറ്റും 20 ഫീറ്റുമായിട്ട് ധാരാളം കണ്ടെയ്നർ ലോറി ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായതിനാൽ ധാരാളം ലോറികൾ കടന്നു പോയി കഴിഞ്ഞാൽ റഷ് അനുഭവപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടി അഡീഷണൽ കണ്ടെയ്നർ ലോറികൾക്ക് വേണ്ടി ഒരു ബൈ റോഡ് പണിയുന്നുണ്ട്. അതായത് എവിടെയാണോ ലിങ്ക് ചെയ്യുന്നത് അതുവരെ ഒരു ബൈ റോഡ് പുതുതായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണാൻ സാധിക്കും. ആ വർക്കിന്റെ കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലിങ്ക് റോഡിന്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും 100% കംപ്ലീറ്റ് ആവുകയുള്ളൂ. അല്ലാതെ ഞാൻ നിൽക്കുന്ന അവിടെ മുതൽ ഈ പറയുന്ന അണ്ടർപാസ് വരെ വർക്ക് വളരെ കുറച്ച് ദൂരമേ 150 മീറ്റർ കംപ്ലീറ്റ് ആയാൽ ഈ വർക്ക് കംപ്ലീറ്റ് ആകില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയി 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയ നമ്മുടെ പോർട്ടിന്റെ ഗേറ്റ് വേ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രവുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഷിപ്പ് ട്രാക്കിംഗ്, ഷിപ്പ് പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്, പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ലിങ്ക് റോഡിന്റെ വീഡിയോകൾ, പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത വർക്ക് അപ്ഡേഷൻസ്, ഇതെല്ലാം പൂർണ്ണമായിട്ടും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.